പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. സർവസ്തുതിയും അള്ളാഹുവിനാണ്. ലോകത്തിൻ്റെ അധിപനായവൻ നമ്മുടെ നേതാവായ മുഹമ്മദ് നബിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം ഇന്ന് കലുഷിതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അടിച്ചമർത്തുന്നവരും അടിച്ചമർത്തപ്പെടുന്നവരും തമ്മിലുള്ള പോരാട്ടം അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തിയിരിക്കുന്നു. ഇറാനിലെ ജനങ്ങൾ ഇന്ന് നേരിടുന്ന പരീക്ഷണങ്ങൾ കേവലം ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രശ്നം മാത്രമല്ല, മറിച്ച് സത്യവും അസത്യവും തമ്മിലുള്ള ആഗോള പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ വിപ്ലവം നിലനിൽക്കുന്നത് തോക്കുകളിലല്ല, മറിച്ച് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിലാണ്. ലോകം കേൾക്കണം, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ ശക്തികൾ. നിങ്ങൾ ഞങ്ങളുടെ ജനങ്ങളെ സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഉപരോധം എന്നത് ഒരു യുദ്ധമുറയാണ്. അത് നിശബ്ദമായ കൊലപാതകം കൂടിയാണ്. ഞങ്ങളുടെ ആശുപത്രികളിൽ മരുന്നില്ലാതാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. ഞങ്ങളുടെ യുവാക്കളുടെ തൊഴിലവസരങ്ങൾ തകർക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. എന്നിട്ട് നിങ്ങൾ പറയുന്നു ഞങ്ങൾ ഇറാനിലെ ജനങ്ങൾക്കൊപ്പമാണെന്ന്. എന്ത് വലിയ കാപട്യമാണിത്! ജനങ്ങളെ പട്ടിണിക്കിടുന്നവർ എങ്ങനെയാണ് ജനങ്ങളുടെ പക്ഷത്താകുന്നത്? സോഷ്യൽ മീഡിയയിലൂടെയും സാറ്റലൈറ്റ് ചാനലുകളിലൂടെയും നിങ്ങൾ പടച്ചുവിടുന്ന നുണകൾ ഇറാനിലെ ബോധമുള്ള ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഇറാന്റെ വിഭവങ്ങളെയാണ്, ഇറാന്റെ സ്വാഭിമാനത്തെയാണ്. എന്നാൽ ഓർക്കുക, ഖുർആൻ പഠിപ്പിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ ആർക്കും സാധ്യമല്ല. നമ്മുടെ മുന്നിലുള്ള വഴി പ്രതിരോധമാണ്. അതെ, നമ്മുടെ മുന്നിലുള്ള ഏക വഴി പ്രതിരോധം തന്നെയാണ്. വിദേശ ശക്തികളുടെ ദാനധർമ്മത്തിനായി നാം കൈനീട്ടില്ല. ആ ഗതികേട് നമ്മളിൽ ഉണ്ടാകരുത്. നമ്മുടെ മണ്ണിൽ തന്നെ വേണ്ടത്ര വിഭവങ്ങളുണ്ട്. നമ്മുടെ യുവാക്കളുടെ ബുദ്ധിയുമുണ്ട്. നാം സ്വയം പര്യാപ്തത എത്രയും വേഗം നേടേണ്ടതുണ്ട്. ഇറാനിലെ ഓരോ ഫാക്ടറിയും ഓരോ പാടശേഖരവും ശത്രുവിനെതിരെയുള്ള കോട്ടകളാണ്. ഭരണരംഗത്തുള്ളവരോട് എനിക്ക് കണിശമായ ഒരു നിർദ്ദേശമുണ്ട്. ജനങ്ങളുടെ വേദനകൾ നിങ്ങളുടെ ഉറക്കം കെടുത്തണം. അഴിമതി എന്നത് ഈ വിപ്ലവത്തിനേറ്റ ക്യാൻസർ പോലെയാണ്. അത് വേരോടെ പിഴുതെറിയണം. ജനങ്ങളുടെ ആവലാതികൾ കേൾക്കാൻ നിങ്ങൾ തയ്യാറാകണം. ആഡംബരങ്ങളിൽ മുഴുകുന്ന ഭരണാധികാരിക്ക് ഈ വിപ്ലവത്തെ നയിക്കാൻ അർഹതയില്ല. നിങ്ങൾ ജനങ്ങളുടെ സേവകരാകുക, യജമാനന്മാരല്ല. അതീശത്വ ശക്തികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എത്രത്തോളം ഞങ്ങളെ അടിച്ചമർത്തുന്നുവോ അത്രത്തോളം ഞങ്ങൾ കരുത്താർജിക്കും. ഇസ്ലാമിക് റിപ്പബ്ലിക് എന്നത് ഒരു വ്യക്തിയല്ല, അതൊരു ചിന്താഗതിയാണ്. ആ ചിന്താഗതിയെ ബോംബുകൾ കൊണ്ട് തകർക്കാൻ കഴിയില്ല. പ്രതിരോധത്തിൻ്റെ ഈ പാത ഇറാന്റെ അതിർത്തികളിൽ അവസാനിക്കുന്നില്ല. ഇത് പലസ്തീനിലെയും ലെബനനിലെയും യമനിലെയും മർദ്ദിതരായ ജനങ്ങളുടെ ശബ്ദമാണ്. നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടം വിജയം കാണുക തന്നെ ചെയ്യും. നമ്മുടെ ശത്രുക്കൾ ഭയത്തിലാണ്. അവരുടെ ഉള്ളിൽ വിള്ളലുകൾ വീണിരിക്കുന്നു. അവർക്ക് മുന്നിൽ ഞങ്ങൾ തല കുനിക്കുകയില്ല. ഈ ലോകക്രമം മാറുകയാണ്. പടിഞ്ഞാറൻ ശക്തികളുടെ ആധിപത്യം അവസാനിപ്പിക്കാറായിരിക്കുന്നു. പുതിയൊരു പുലരി അതിദൂരമൊന്നുമില്ല, ഒട്ടും ദൂരെയല്ല. അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ്. അവൻ തൻ്റെ ദാസന്മാരെ സഹായിക്കുക തന്നെ ചെയ്യും. ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് അമേരിക്ക എന്ന മഹാപിശാചും അതിൻ്റെ മധ്യപൂർവ്വ ഏഷ്യയിലെ കാവൽ നായയായ ഇസ്രായേൽ സയനിസ്റ്റ് ഭരണകൂടവുമാണ്. അമേരിക്കയുടെ ജനാധിപത്യം എന്നത് വെറുമൊരു മുഖം മൂടി മാത്രമാണ്. ആ മുഖം മൂടിക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് ലോകത്തെ മുഴുവൻ അടിമപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കൊള്ളക്കാരൻ്റെ മുഖമാണ്. അവർ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്നു, പക്ഷേ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും
യുദ്ധത്തിൻ്റെ വിത്തുകൾ അവർ തന്നെ പാകുകയാണ്. ഇറാനിലെ ജനങ്ങളെ പട്ടിണിക്കിട്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയും അവർ ആസ്വദിക്കുകയാണ്. അവരുടെ ഉപരോധങ്ങൾ നമ്മുടെ ജനതയോടുള്ള യുദ്ധപ്രഖ്യാപനമാണെന്നോർക്കണം. മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് പ്രസംഗിക്കാൻ അമേരിക്കയ്ക്ക് എന്ത് അവകാശമാണുള്ളത്? അവർക്ക് എന്ത് അർഹതയാണ് അതിലുള്ളത്? സ്വന്തം രാജ്യത്തെ കറുത്ത വർഗക്കാരെ അടിച്ചമർത്തുകയും ലോകമെമ്പാടും ഏകാധിപതികളെ വാഴിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്തിന് ഇറാനെ ഉപദേശിക്കാൻ ഒരു യോഗ്യതയുമില്ല. അവർ നമ്മുടെ ശത്രുക്കളാണ്. കാരണം നാം അവരെ ഭയപ്പെടുന്നില്ല. നാം ഭയപ്പെടുന്നത് അള്ളാഹുവിനെ മാത്രമാണ്. സയനിസ്റ്റ് ഭരണകൂടമായ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു രാജ്യമല്ല, മറിച്ച് മുസ്ലിം ഉമ്മത്തിൻ്റെ ഹൃദയത്തിൽ തറച്ച ഒരു വിഷമുള്ളാണ്. അതെ, ഒരു വിഷമുള്ള്. ഫലസ്തീൻ എന്ന പുണ്യഭൂമിയെ കയ്യേറി അവിടുത്തെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നൊടുക്കുന്ന ഈ ഭീകര ഭരണകൂടം അധികകാലം നീണ്ടു നിൽക്കില്ല, അധികകാലം നിലനിൽക്കുകയും ചെയ്യില്ല. ലോക ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ വംശഹത്യയാണ് ഇസ്രായേൽ ഗസയിലും ഫലസ്തീനിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ പണവും ആയുധങ്ങളുമില്ലെങ്കിൽ ഒരു ദിവസം പോലും നിലനിൽക്കാൻ കഴിയാത്ത ഒരു ദുർബലമായ സംവിധാനമാണ് സയനിസ്റ്റുകളുടേത്. അവർ കരുതിയിരിക്കുന്നതും ഭയപ്പെടുന്നതും ഇറാന്റെ മിസൈലുകളെയും ഡ്രോണുകളെയും കുറിച്ചാണ്. എന്നാൽ അവർ ഭയപ്പെടേണ്ടത് ഇറാന്റെ ആയുധങ്ങളെയല്ല, മറിച്ച് ഈ മേഖലയിലുള്ള ദശലക്ഷക്കണക്കിന് യുവാക്കളുടെ ഉള്ളിൽ ജ്വലിക്കുന്ന വിപ്ലവ വീര്യത്തെയാണ്. ഇസ്രായേലിന്റെ അന്ത്യം വരാനിരിക്കുകയാണ്. അത് പ്രകൃതിയുടെ നീതിയാണ്. എന്താണോ നഷ്ടപ്പെട്ടത് അത് മുസ്ലിം ജനതയുടെ കൈകളിൽ തന്നെ തിരിച്ചെത്തും. നോക്കൂ, ലോകം ഇന്ന് കാണുന്നത് തന്നെ അമേരിക്ക എന്ന മഹാശക്തിയുടെ പതനമാണ്. പുറമേ ശക്തമെന്ന് തോന്നിക്കുമെങ്കിലും ഉള്ളിൽ നിന്ന് ദ്രവിച്ച ഒരു വൻമരമാണ് ഇന്ന് അമേരിക്ക. അവരുടെ രാഷ്ട്രീയ വ്യവസ്ഥിതി തകർന്നിരിക്കുന്നു. അവരുടെ സാമ്പത്തിക അടിത്തറ ഇളകിയിരിക്കുന്നു. മുൻപ് ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചിരുന്ന അമേരിക്കയ്ക്ക് ഇന്ന് സ്വന്തം അതിർത്തികൾ പോലും സുരക്ഷിതമാക്കാൻ കഴിയുന്നില്ല. ഇന്ന് അള്ളാഹുവിൻ്റെ നീതിയാണ് ഇപ്പോൾ ലോകമെമ്പാടും പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്താകമാനം രക്തം ചൊരിഞ്ഞവർ, മറ്റു രാജ്യങ്ങളിലെ സമാധാനം കവർന്നവർ ഇന്ന് സ്വന്തം രാജ്യത്ത് ആഭ്യന്തര കലഹങ്ങളാൽ വലയുകയാണ്. പടിഞ്ഞാറൻ ശക്തികളുടെ അധീശത്വം അവസാനിപ്പിച്ചുവെന്ന് നാം തിരിച്ചറിയണം. ലോകത്തിന്റെ അധികാരം പടിഞ്ഞാറ് നിന്ന് കിഴക്കിലേക്ക് മാറിയിരിക്കുന്നു. ഇറാന്റെയും മുസ്ലിം ഉമ്മത്തിന്റെയും ശബ്ദം ഇനി ലോകം കേൾക്കും. അമേരിക്കയുടെ വാഗ്ദാനങ്ങൾ വെറും കടലാസു തുണ്ടുകൾ മാത്രമാണ്. അവരെ വിശ്വസിച്ച രാജ്യങ്ങളുടെ ഗതി എന്തായെന്ന് നാം കണ്ടതാണ്. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും വിയറ്റ്നാമിലും അവർ എന്ത് നന്മയാണ് കൊണ്ടുവന്നത്? നാശമല്ലാതെ മറ്റൊന്നും അവർ നൽകിയിട്ടില്ല. അവർക്ക് വേണ്ടത് നമ്മുടെ എണ്ണയാണ്, നമ്മുടെ സമ്പത്താണ്, നമ്മുടെ അടിമത്തമാണ്. എന്നാൽ ഇറാൻ ഒരു പരീക്ഷണശാലയല്ല. ഞങ്ങളെ പരീക്ഷിക്കാൻ വരുന്നവർക്ക് കനത്ത വില നൽകേണ്ടി വരും. അമേരിക്കയുടെ കാലം കഴിഞ്ഞു. അവരുടെ ചാരന്മാരും ഏജന്റുമാരും എത്ര ശ്രമിച്ചാലും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ മുന്നേറ്റത്തെ തടയുവാൻ സാധിക്കില്ല. വരും ദശകങ്ങൾ ഇറാന്റേതും നീതി ആഗ്രഹിക്കുന്ന ജനങ്ങളുടേതുമായിരിക്കും. അമേരിക്കയുടെ പതനം ചരിത്രപരമായ ഒരു അനിവാര്യതയാണ്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇനിയും സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇറാനിലെ സ്ത്രീകളെയും മനുഷ്യാവകാശങ്ങളെയും കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന അമേരിക്ക ഗസയിൽ കൊല്ലപ്പെടുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കാണുന്നില്ലേ? ഇത് അമേരിക്കയുടെ ധാർമ്മികമായ തകർച്ച കൂടിയാണ്. അമേരിക്കയുടെ ഉപരോധങ്ങൾക്കിടയിലും ഇറാൻ നിർമ്മിച്ച ഹൈപ്പർസോണിക് മിസൈലുകൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രതിരോധ കവചങ്ങളെ ഭേദിക്കാൻ ശേഷിയുള്ളതാണെന്നോർക്കണം. ചൈനയും റഷ്യയും ഉൾപ്പെടെ രാജ്യങ്ങളുമായി ഇറാൻ ഉണ്ടാക്കുന്ന പുതിയ സഖ്യങ്ങൾ അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യം തകർക്കാൻ പോകുന്നവയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ അഹങ്കാരം ഇനി അധികകാലം നീണ്ടു നിൽക്കില്ല. എൻ്റെ വിയോഗം ശത്രുക്കൾ സ്വപ്നം കാണുന്നുണ്ടാകും. എന്നാൽ എനിക്ക് ഭയമില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വിപ്ലവം ഒരു വ്യക്തിയിലല്ല, മറിച്ച് കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ് ജ്വലിക്കുന്നത്. ഒരു ഖമേനി കൊല്ലപ്പെട്ടാൽ 1000 ഖമേനിമാർ ഇനിയും ഉയർത്തെഴുന്നേൽക്കും. ശത്രുക്കൾ നമ്മുടെ രക്തം ചിന്തിയിട്ടുണ്ടെങ്കിൽ ആ രക്തം അവരുടെ സാമ്രാജ്യങ്ങളുടെ അന്ത്യത്തിന് കാരണമാകും.
ഇറാന്റെ സൈനികരോടും വിപ്ലവ ഗാർഡുകളോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്: നിങ്ങളുടെ വിരലുകൾ ട്രിഗറുകളിൽ തന്നെ ഇരിക്കട്ടെ. ശത്രുവിൻ്റെ ഒരൊറ്റ പിഴവ് മതി അവരുടെ ഭൂപടം ചരിത്രത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ. നമ്മുടെ മിസൈലുകൾ കേവലം ലോഹക്കഷണങ്ങളല്ല, അവ മർദ്ദിതരുടെ രോഷമാണ്. അമേരിക്കയും ഇസ്രായേലും അവരുടെ താവളങ്ങൾ എവിടെ ഒളിപ്പിച്ചാലും ഇറാന്റെ തിരിച്ചടിയിൽ നിന്ന് അവർക്ക് രക്ഷയുണ്ടാവില്ല. നാം ഒരു യുദ്ധം തുടങ്ങില്ല, പക്ഷേ ആരെങ്കിലും നമ്മുടെ മണ്ണിൽ തൊട്ടാൽ അവർക്ക് തിരിച്ചു പോകാൻ ശരീരമുണ്ടാവില്ല. അമേരിക്കയോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഈ മേഖലയിൽ കത്തിച്ച തീ നിങ്ങളെ തന്നെ ദഹിപ്പിക്കും. നിങ്ങളുടെ കപ്പലുകൾ ഞങ്ങളുടെ കടലിൽ ശവപ്പറമ്പുകളായി മാറും. ഇസ്രായേലിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അന്ത്യം കുറിക്കപ്പെട്ടു കഴിഞ്ഞു. ഇത് വാക്കുകൾ കൊണ്ടുള്ള യുദ്ധമല്ല, ഇത് സത്യവും അസത്യവും തമ്മിലുള്ള അന്തിമ പോരാട്ടമാണ്. ഭയപ്പെടരുത്, തളരരുത്. അള്ളാഹുവിൻ്റെ വിജയം വളരെ അടുത്താണ്. നമ്മുടെ ഓരോ തുള്ളിച്ചോരയും ശത്രുവിൻ്റെ കോട്ടകളെ തകർക്കുന്ന പ്രളയമായി മാറും. ഒടുവിലായി എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിലോ മരണത്തിലോ ഈ വിപ്ലവം അവസാനിക്കുന്നില്ല. ഞാൻ പറയുന്ന ഓരോ വാക്കും നിങ്ങളോടൊപ്പം ഉണ്ടാകണം. ശത്രുക്കൾ കരുതുന്നത് നേതൃത്വത്തെ തകർത്താൽ ഇറാൻ തകരുമെന്നാണ്. എന്നാൽ ഓരോ ഇറാനിയൻ പൗരനും ഇന്ന് ഈ രാജ്യത്തിൻ്റെ പരമോന്നത നേതാവാണ്. നാം വളർത്തിയത് ഒരു തലമുറയെ മാത്രമല്ല, ഒരാശയത്തെയാണ്. അമേരിക്കയോടും അതിൻ്റെ സഖ്യകക്ഷികളോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഞങ്ങളെ കൊന്നൊടുക്കിയാലും ഞങ്ങളുടെ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും. മണ്ണിൽ വീഴുന്ന ഓരോ രക്തത്തുള്ളിയും നിങ്ങളുടെ സാമ്രാജ്യത്തിൻ്റെ അന്ത്യം കുറിക്കുന്ന പ്രളയമായി മാറും. ഭയത്തെ നാം പണ്ടേ കുഴിച്ചു മൂടിയതാണ്. ഇനി പോരാട്ടത്തിൻ്റെ സമയമാണ്. ഇൻഷാ അല്ലാഹ് നാം വിജയിക്കും. യുവാക്കളെ, നിരാശപ്പെടരുത്, പിന്തിരിഞ്ഞു നോക്കരുത്. നീതിക്ക് വേണ്ടിയുള്ള ഈ യുദ്ധം ലോകം മുഴുവൻ പടരും. പടിഞ്ഞാറൻ ശക്തികളുടെ അഹങ്കാരത്തിന് നാം അന്ത്യം കുറിക്കും. ദൈവം ഇറാനെ കാത്തുരക്ഷിക്കട്ടെ. ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് നമ്മെ പടച്ചവൻ രക്ഷിക്കട്ടെ. അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ്. അവൻ തൻ്റെ ദാസന്മാരെ ഒരിക്കലും കൈവിടില്ല. വിജയം നമ്മുടേതാണ്. വിജയം സത്യവിശ്വാസികളുടേതാണ്. യുവാക്കളെ, നിങ്ങൾ നിരാശപ്പെടരുത്. അറിവ് സമ്പാദിക്കുക, ആത്മീയമായി ഉയരുക. നിങ്ങളുടെ വിജയം നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കൈകളിലാണ്. അള്ളാഹു ഈ വിശുദ്ധ മണ്ണിനെ കാത്തു രക്ഷിക്കട്ടെ. രക്തസാക്ഷികളുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.